ടോപ്പ് ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു ശർക്കര വരട്ടിയാണ്. നമുക്ക് ഓണമാണല്ലോ വരുന്നത്. വിശേഷ ദിവസങ്ങളിലും കല്യാണത്തിനും ഒക്കെ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ഐറ്റമാണ് ഈ ശർക്കര വരട്ടി. ശർക്കര വരട്ടി എന്നും ശർക്കര ഉപ്പേരി എന്നും ഇതിനെ നമ്മൾ പറയാറുണ്ട്. വളരെ സിമ്പിളായി വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റോടുകൂടെ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായി 4 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിളഞ്ഞ വാഴയ്ക്കയാണ്. ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒരു കത്തി ഉപയോഗിച്ച് വീണ്ടും ഇതിൻ്റെ പുറത്തുള്ളതെല്ലാം ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞ വെള്ളത്തിൽ 1 സ്പൂൺ മഞ്ഞ ഇട്ട് ആ വെള്ളത്തിൽ നമുക്ക് കുറച്ച് നേരം ഇട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തോർത്തി എടുത്തതിന് ശേഷം ഇതിനെ 2ആയിട്ട് കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ശർക്കര ഉപ്പേരി ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി വലിപ്പം വേണ്ട, ഒരു മീഡിയം സൈസിൽ എല്ലാം ഒരുപോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ഒരേ രീതിയിൽ നമുക്കിത് വറുത്ത് കോരി എടുക്കാൻ പറ്റത്തുള്ളൂ. 4 വാഴയ്ക്കയും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ ഞാനിവിടെ 3 തവണയായിട്ടാണ് വറുത്ത് കോരി എടുക്കാൻ പോകുന്നത്. തീ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലതുപോലെ ചൂടാക്കുക. പക്ഷേ ഉപ്പേരി വറുത്ത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തീ ഒരു മീഡിയത്തിലേക്ക് മാറ്റണം. ഇത് ലോ ടു മീഡിയത്തിലിട്ട് വേണം നമ്മളിത് വറുത്ത് കോരി എടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പുറം വേഗം അകം വേകാതെ ഇരിക്കും. അതുകൊണ്ട് ഇതിനെ ലോ ടു മീഡിയത്തിലാക്കി നമുക്കിതിനെ വറുത്ത് കോരിയെടുക്കാം. ഈ ശർക്കര ഉപ്പേരി നമ്മൾ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഇത് എണ്ണയിലേക്ക് ആദ്യമേ ഇടുമ്പോൾ തന്നെ നമ്മൾ തവി ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് തുടർച്ചയായി നമ്മൾ ഇളക്കി മറിച്ച് ഇട്ടുകൊണ്ടേയിരിക്കണം. 2 സൈഡും മറിച്ച് നമ്മളിത് വറുത്ത് കോരിയെടുക്കണം. ഏകദേശം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇത് എണ്ണയിൽ നിന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇത് ഏകദേശം റെഡിയായി എന്നുള്ളതാണ്. ഒരല്പസമയം കൂടെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര വരട്ടി എല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്കിതിനെ വറുത്ത് കോരിയെടുക്കാം. ശർക്കര ഉപ്പേരി തയ്യാറാക്കുന്ന സമയത്ത് വാഴയ്ക്ക നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ലതുപോലെ മൂപ്പിച്ച് തന്നെ നമ്മൾ വറുത്തെടുക്കണം. ബാക്കിയുള്ള വാഴയ്ക്കയും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 125 മില്ലി മെഷർമെൻറ്റ് കപ്പിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ പുട്ടുപൊടിയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. മറ്റു മാവുകളൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്, അരിപ്പൊടി തന്നെ ഉപയോഗിക്കണം. അതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെയുള്ളത് 4 ഏലക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു തവണ അടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 100 ഗ്രാം ശർക്കര നമുക്ക് ഒന്ന് ഉരുക്കാനായി വയ്ക്കാം. ഈ 100 ഗ്രാം ശർക്കര ഉരുക്കുമ്പോൾ ഞാൻ ഒരു അല്പം വെള്ളം ചേർത്താണ് ഇതിനെ ഉരുക്കിയെടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇതിനെ ശർക്കര ഉപ്പേരി തയ്യാറാക്കുന്ന പാനിലേക്ക് ഒഴിക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ വാഴയ്ക്ക ചേർത്ത് ഇതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ശർക്കര എല്ലാ ഭാഗങ്ങളിലും എത്തണം. തീ ഒരു മീഡിയത്തിൽ തന്നെ ആയിരിക്കണം. ഇനി നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചതായ അരിപ്പൊടി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് ചേർക്കരുത്. 3-4 തവണയായി ഇത് ചേർത്ത് നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ അപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇതിപ്പോൾ 2ാം തവണയും ഞാനിതിലേക്ക് മാവിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുത്താൽ മതിയാകും. വീണ്ടും നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാ ഭാഗങ്ങളിലും ഈ മാവ് എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം. 3-4 തവണയായിട്ട് നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇളക്കും തോറും ഇത് ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കും. ഞാനിവിടെ 3ാം പ്രാവശ്യവും ഇടുന്നുണ്ട്. നല്ലതുപോലെ വീണ്ടും നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കണം. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. തീ അപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം. തീ ഓഫ് ചെയ്യരുത്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ശർക്കര വരട്ടി ഏകദേശം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇനി മാവിടേണ്ട ആവശ്യം ഇല്ല. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ ചെയ്യണം. മാവ് നമ്മൾ ഇട്ട് കൊടുക്കും തോറും ഇത് ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ ശർക്കര ഉപ്പേരി ചെയ്തെടുക്കേണ്ടത്. വളരെ ടേസ്റ്റോടുകൂടെയാണ് ഇന്നത്തെ ശർക്കര ഉപ്പേരി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം.
വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഓണമായാലും വിഷു ആയാലും ഏത് സ്പെഷ്യൽ ദിവസമായാലും നമുക്കറിയാം വാഴയ്ക്ക ഉപ്പേരി നമുക്ക് ഒഴിവാക്കാനാവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്